ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പെട്ടെന്നൊരു വാൾ ഡെക്കർ ചെയ്തെടുത്താലോ, അതും കാർഡ്ബോർഡ് കൊണ്ട്. ആദ്യം നമുക്ക് കാർഡ്ബോർഡിൽ ഇതുപോലൊരു ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാം. ഞാനൊരു കിളിയുടെ ഷേപ്പാണ് ഇവിടെ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം ഇതുപോലെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാർഡ്ബോർഡിൽ നമുക്ക് ചിറകിന്റെ ഒരു ഷേപ്പ് കൂടി നമുക്ക് വരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ രണ്ടും ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഒരു കിളി കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അങ്ങനെ നമ്മൾ രണ്ടെണ്ണം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കാം. അങ്ങനെ കിളികൾക്ക് നമ്മൾ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിറകുകളിലൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം നമ്മൾ നിരവധി ക്രാഫ്റ്റുകൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഇതുപോലെ നമുക്ക് രണ്ട് ചിറകുകളിലും ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ രണ്ട് ചിറകുകൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഇതിലേക്ക് ഒട്ടിച്ചു വെക്കാം. ഇപ്പൊ നമ്മുടെ കിളികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു കാർഡ്ബോർഡാണ്. അത് മുഴുവനായിട്ടും നമുക്ക് ബ്ലൂ കളർ അടിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ കാർഡ്ബോർഡ് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മേഘങ്ങൾ കൂടി വരച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ മേഘങ്ങളൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കിളികളെ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. രണ്ട് സൈഡിലായിട്ടാണ് ഞാൻ ഇവരെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എഴുതി കൊടുക്കാം. ഞാനിവിടെ സ്വീറ്റ് ഹോം എന്നാണ് എഴുതി കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ച് നമുക്കിതിനെ ചുവരിലേക്ക് തൂക്കാം. എങ്ങനെയാ, നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടമായോ? വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതല്ലേ. ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊക്കെ അയച്ചു കൊടുക്കണേ. അതോടൊപ്പം നിങ്ങളും ചെയ്യാൻ ശ്രമിക്കണേ. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റായും രേഖപ്പെടുത്തണേ. താങ്ക് യു ഫോർ വാച്ചിങ്.